ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമുക്ക് ഓൾട്ടർനേറ്ററിനെ കുറിച്ചും അതുപോലെ ഓൾട്ടർനേറ്ററിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള കോമ്പണൻസ് എന്തൊക്കെയാണെന്നും ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം വരുന്ന വീഡിയോയിൽ നമുക്ക് ഓൾട്ടർനേറ്ററിന്റെ ഓപ്പറേഷനും അതുപോലെ തന്നെ അതിന്റെ ടെസ്റ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഓൾട്ടർനേറ്ററിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. ഓൾട്ടർനേറ്ററിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള കോമ്പണൻസ് എന്ന് പറയുന്നത് അതിൽ ഒരു വൈൻഡിങ് പാർട്ട് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് സ്റ്റേറ്റർ. ഇത് സാധാരണയായിട്ട് 3 ഫേസ് വൈൻഡിങ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് 1, 2, 3 ഇങ്ങനെ 3 വൈൻഡിങ്ങുകൾ കാണാം. അതിനെ പറയുന്ന പേരാണ് സ്റ്റേറ്റർ. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് റോട്ടർ. ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അതിന് റോട്ടർ എന്ന് പറയാം. റോട്ടറിലേക്ക് സപ്ലൈ കൊടുക്കാനായിട്ട് നമുക്ക് കാർബൺ ബ്രഷുകളുണ്ട്. അതുപോലെ തന്നെ ഈ വൈൻഡിങ്ങുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്ററിനകത്ത് വരുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ DC ആയിട്ട് ഡയറക്റ്റ് കറണ്ട് ആക്കി കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആ കോമ്പണന്റിനെ പറയുന്ന പേരാണ് റെക്ടിഫയർ അസംബ്ലി എന്ന് പറയുന്നത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഓൾട്ടർനേറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നതും ഓവർ ചാർജ് ആവാതെ നോക്കുന്നതെല്ലാം അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്ന യൂണിറ്റ്, അതിന് IC റെഗുലേറ്റർ എന്ന് പറയുന്ന യൂണിറ്റ്. ഇതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള കോമ്പണൻസ്. നമുക്ക് ഇതിന്റെ ആക്ച്വൽ പാർട്ട് ഓരോന്നായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് അതിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒന്നാമത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് റോട്ടർ എന്ന് പറയുന്ന ഭാഗമാണ്. റോട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് റൊട്ടേറ്റിംഗ് കോമ്പണന്റ് ആണ്. ഈ റോട്ടർ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ് പറയുന്നത്. ഇവിടെ ഒരു ഇരുമ്പ് കോറുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വൈൻഡിങ്ങുകൾ കാണാനായിട്ട് സാധിക്കും. ഇനി ഈ റോട്ടർ ഇരിക്കുന്ന 2 ബെയറിംഗ് ആണ്. ഇതിൻ്റെ ഫ്രണ്ട് എൻഡിലും ബാക്ക് എൻഡിലും ഓരോ ബെയറിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈ റോട്ടറിനെ കറക്കാനായിട്ട് നമുക്കറിയാം എഞ്ചിൻ ഡ്രൈവ് ബെൽറ്റ് ഉപയോഗിച്ചാണ് കറക്കുന്നത്. അതിനാവശ്യമായ പുള്ളി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് വരുന്ന വാഹനങ്ങളിൽ ഈ പുള്ളിക്കകത്തൊരു 1 വേ ക്ലച്ച് മെക്കാനിസവും കൂടി കൊടുത്തിട്ടുണ്ടായിരിക്കും. റോട്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഡിസൈൻ വളരെ ഒരു പ്രത്യേകമായിട്ടുള്ള ഡിസൈനാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഒരു മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ മാഗ്നറ്റിക് ഫ്ലക്സ് ആവശ്യമാണ്. പക്ഷേ ഇത് ഒറ്റ ഒരു ഇരുമ്പ് ഭാഗമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അളവിനേക്കാളും കൂടുതലായിരിക്കും ഇങ്ങനെ കൊടുത്തത്. അതിനർത്ഥം മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് പോളുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് ഡിസൈൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരുപാട് സൗത്ത് പോളും നോർത്ത് പോളും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സൗത്ത് നോർത്ത് സൗത്ത് നോർത്ത് സൗത്ത് നോർത്ത് അങ്ങനെ ഒരുപാട് പോളുകൾ ഉണ്ടാക്കാനും ഇങ്ങനെ ഈ പോളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്താവും മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അളവ് കൂടുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാനും ഇത് സഹായിക്കും. ഒപ്പം തന്നെ ഇതിനകത്തുള്ള ഹീറ്റിനെ റിമൂവ് ചെയ്യാനും ഇത് സഹായിക്കും. ഇനി ഈ വൈൻഡിങ്ങുകളിലേക്ക് സപ്ലൈ കൊടുക്കുന്നതിനായിട്ട് നമുക്ക് 2 കാർബൺ ബ്രഷുകൾ ആവശ്യമാണ്. ആ കാർബൺ ബ്രഷ് ഇരിക്കുന്ന ഈ കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഇങ്ങനെയാണ് ആ കാർബൺ ബ്രഷ് ഇരിക്കുക. ഈ ഭാഗത്തെ പറയുന്ന പേരാണ് സ്ലിപ്പ് റിംഗ് എന്ന് പറയുന്നത്. സ്ലിപ്പ് റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഭാഗം ഈ കാർബൺ ബ്രഷിൽ ഇങ്ങനെ സ്ലിപ്പ് ആയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇത് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇതൊരു വൈൻഡിങ് ആണ്. ഈ വൈൻഡിങ്ങിനകത്തേക്ക് നേരിട്ട് സപ്ലൈ നേരിട്ട് വയർ വഴി സപ്ലൈ കൊടുത്താൽ കറങ്ങുന്ന സമയത്ത് എന്താവും ഇത് മുഴുവനായിട്ട് പിരിഞ്ഞു പോവും, പൊട്ടിപ്പോവും. നമുക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടുള്ള മെക്കാനിസമാണ് ഈ സ്ലിപ്പ് റിംഗ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാർട്ടർ മോട്ടറിൽ ഉപയോഗിക്കുന്ന കമ്മ്യൂട്ടേറ്ററിന്റെ പോലെ തന്നെ അതിന്റെ വേറൊരു മെക്കാനിസമാണ് സ്ലിപ്പ് റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്ലിപ്പ് റിംഗിന്റെ പ്രത്യേകത ഈ വൈൻഡിങ്ങിന്റെ 2 എൻഡും ഇരിക്കുന്നത് ഈ സ്ലിപ്പ് റിംഗിലാണ്. അതായത് ഒരു സ്ലിപ്പ് റിംഗിൽ നിന്ന് തുടങ്ങി ഇതിനകത്ത് മുഴുവൻ വൈൻഡ് ചെയ്തതിനു ശേഷം ആ വൈൻഡിങ്ങിന്റെ അടുത്ത എൻഡ് ലാസ്റ്റ് എൻഡ് എന്ന് പറയുന്നത് ഈ അടുത്ത സ്ലിപ്പ് റിംഗിലാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുന്ന സമയത്ത് എന്താവും ഇത് മാഗ്നറ്റായി മാറും. ഇതാണ് റോട്ടറിന്റെ പ്രത്യേകത. ഇനി റോട്ടറിന്റെ 2 സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ഓരോ കൂളിംഗ് ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തുള്ള ഹീറ്റിനെ റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് മേജർ ആയിട്ടുള്ള കോമ്പണൻസ് എന്ന് പറയുന്ന റോട്ടറിനകത്തുള്ള കോമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇതിന്റെ അടുത്ത കോമ്പണന്റ് എന്ന് പറയുന്നതാണ് സ്റ്റേഷനറി ആയിട്ടുള്ള പാർട്ടാണ്. ഇതിനെ സ്റ്റേറ്റർ എന്ന് പറയും. ഇതൊരു സ്റ്റേഷനറി പാർട്ടാണ്. അതായത് ഇതിന് മൂവ്മെന്റ് ഒന്നുമില്ല. ഇതിനെ പറയുന്ന പേരാണ് സ്റ്റേറ്റർ വൈൻഡിങ്. ഈ വൈൻഡിങ് 2 തരത്തിലുള്ള വൈൻഡിങ് ആണ് സാധാരണയായി കാണാറ്. ഒന്ന് ഡെൽറ്റ വൈൻഡിങ്, അതുപോലെ തന്നെ സ്റ്റാർ വൈൻഡിങ് അല്ലെങ്കിൽ Y വൈൻഡിങ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതാണ് ഇതാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റാർ അല്ലെങ്കിൽ Y വൈൻഡിങ് എന്ന് പറയുന്നത്. ഡെൽറ്റ വൈൻഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന വൈൻഡിങ്ങിനാണ് നമ്മൾ പറയുക ഡെൽറ്റ വൈൻഡിങ് എന്ന് പറയാം. കൂടുതലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴെല്ലാം കാണുന്ന സ്റ്റാർ ടൈപ്പ് വൈൻഡിങ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. ഇനി ഈ വൈൻഡിങ്ങുകളെല്ലാം വളരെ പ്രോപ്പറായിട്ട് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വൈൻഡിങ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ ഇത് ഷോർട്ട് ആവുകയും പിന്നെ ചാർജിങ് നടക്കാതെ വരികയും ചെയ്യും. അതുപോലെ ഈ വൈൻഡിങ്ങുകളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത്
ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് ഈ വൈൻഡിങ്ങിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യണം? ഡയറക്റ്റ് കറണ്ട് ആക്കിയാൽ മാത്രമേ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെക്കാനിസത്തെ പറയുന്ന പേരാണ് റെക്ടിഫയർ അസംബ്ലി. അപ്പോൾ ഈ കാണുന്നതാണ് റെക്ടിഫയർ അസംബ്ലി. ഇതിനകത്ത് നമുക്ക് കാണാം ഈ കാണുന്ന ഭാഗങ്ങളാണ് ഇതിനകത്തുള്ള ഡയോഡുകൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് പോസിറ്റീവ് ഡയോഡുകളുണ്ട്, നെഗറ്റീവ് ഡയോഡുകളുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ ഇതാണ് ബാറ്ററി സപ്ലൈ. അപ്പോൾ ഇതിലിരിക്കുന്ന ഡയോഡുകൾ പോസിറ്റീവ് ഡയോഡുകളും ഇതിന് താഴെയുള്ള ഡയോഡുകൾ നെഗറ്റീവ് ഡയോഡുകളുമാണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഡയോഡുകളുടെ ഫംഗ്ഷൻ. നമുക്കിതിനെക്കുറിച്ച് വീണ്ടും ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് അടുത്ത് വരുന്ന വീഡിയോയിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഇനി ഈ ഓൾട്ടർനേറ്റർ ഔട്ട്പുട്ട് കറണ്ടിനെ അല്ലെങ്കിൽ വോൾട്ടേജിനെ ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആവശ്യമായ ഏറ്റവും ക്രിട്ടിക്കൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്ന ഭാഗം. ഈ വോൾട്ടേജ് റെഗുലേറ്റർ ആണ് ഈ ഓൾട്ടർനേറ്ററിനെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വോൾട്ടേജ് റെഗുലേറ്ററിനകത്ത് ഒരുപാട് കോമ്പണൻസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് കോമ്പണൻസ് ആണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇതിനകത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഈ പിക്ചർ നോക്കി കാണാം, കുറേ അധികം കണക്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ നോക്കി നമുക്ക് ഒറ്റ വയറിങ്ങും കാണാനായിട്ട് സാധിക്കില്ല. അതായത് അർത്ഥം ഇതിനകത്ത് വയറിങ്ങുകളൊന്നും ആവശ്യമില്ല. പകരം ഇതെല്ലാം ഈ കാണുന്ന ഭാഗം ഇതൊക്കെ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ ടെർമിനലുകളാണ്. അപ്പോൾ ഈ ടെർമിനലുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വയറിംഗ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ വയറിംഗ് സെപ്പറേറ്റ് ആവശ്യമുള്ള ഒരു കോമ്പണൻ്റ് അല്ല, ഇത് ടെർമിനലിലൂടെയാണ് ഇത് സപ്ലൈ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇവിടെ ഇടുന്ന സ്ക്രൂകളെല്ലാം വളരെ ക്രിട്ടിക്കലാണ്. ആവശ്യമില്ലാത്ത സ്ക്രൂകളോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള സ്ക്രൂകളൊന്നും ഇടാതിരിക്കുക. ഇതിൽ നിന്ന് അഴിക്കുന്ന സ്ക്രൂ തന്നെ തിരിച്ചു പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, ഡാമേജ് ആക്കാതെ അഴിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് വരുന്ന കണക്ഷൻസ് ഇവിടെ നിന്ന് സെപ്പറേറ്റ് ഒരു വയറിംഗ് കണക്ഷൻ ഉണ്ടായിരിക്കും. അത് 2 പിന്നോ അല്ലെങ്കിൽ 3 പിന്നോ 4 പിന്നോ ഒക്കെ ആയിരിക്കാം. അത് ഓരോ ടൈപ്പ് സിസ്റ്റത്തിനനുസരിച്ച് പിന്നുകളുടെ എണ്ണം കൂടുകയും കുറയുകയും ചെയ്യാം. ഇനി ഇവിടെ ഉണ്ടാവുന്ന സപ്ലൈ പുറത്തേക്ക് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ബാറ്ററിയിലേക്ക് കൊടുക്കാനായിട്ടുള്ള ഈ ടെർമിനലിനെ പറയുന്നവരാണ് ബി ടെർമിനൽ. ബാറ്ററി ടെർമിനൽ എല്ലാ സമയത്തും ബാറ്ററി പോസിറ്റീവിൽ നിന്ന് ഒരു ഹൈ ടെൻഷൻ ഹെവി ആയിട്ടുള്ള ഒരു റെഡ് വയർ നമുക്കിവിടെ ബോൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ. അപ്പോൾ നമുക്കിത് അറിയാം, ഇതാണ് ഹൈ വോൾട്ടേജ് ബാറ്ററി സപ്ലൈ. അതായത് ഓൾട്ടർനേറ്ററിൻ്റെ ഔട്ട്പുട്ട് ബാറ്ററിയിലേക്ക് കൊടുക്കുന്നത് ആ ഒരു കേബിളിലൂടെയാണ്. അപ്പം ഇത്രയാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഈ കോമ്പോണൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ കോമ്പോണൻസ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ കോമ്പോണൻസിനെ നമുക്ക് ഈ പിക്ചറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അപ്പം ഈ വീഡിയോയിൽ നിന്ന് ഇതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഓൾട്ടർനേറ്ററിൻ്റെ ഓപ്പറേഷനുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.